Hello everyone. So this is a message for Aries Sun Moon Rising. ഇതിൽ ഏതെങ്കിലും ആണ് നിങ്ങളുടെ സൈൻ എങ്കിൽ നിങ്ങൾക്കുള്ള വാലന്റൈൻസ് ഡേ മെസ്സേജാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ എറീസ് നിങ്ങളോട് യൂണിവേഴ്സിന് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളിൽ ഒരു 90% ഓഫ് ദം നിങ്ങൾ ഓൾറെഡി സോൾമേറ്റിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. വിഷ്വലൈസേഷൻ ആവട്ടെ, അഫർമേഷൻസ് ആകട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പ്രയേഴ്സിലാണെങ്കിലും നിങ്ങൾ യൂണിവേഴ്സിനോട് ഒരു സോൾമേറ്റിന് വേണ്ടി ചോദിക്കുന്നുണ്ട്. ആൻഡ് യൂണിവേഴ്സ് ഈസ് സേയിങ് ദാറ്റ് നിങ്ങൾ കറക്റ്റ് പാത്തിലാണ്. ഓക്കെ, ഓൾമോസ്റ്റ് നിങ്ങൾ കറക്റ്റ് പാത്തിലാണ്. നിങ്ങൾ ഓൾമോസ്റ്റ് ആ പാത്തിലെത്തി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു നിങ്ങളുടെ. ഇനി നെക്സ്റ്റ് സ്റ്റേജ് ഈസ് ആക്ച്വലി മീറ്റിംഗ് ദ റൈറ്റ് പേഴ്സൺ. ആൻഡ് ഇതിൽ വേറൊരു കാര്യം നിങ്ങളോട് സ്പെഷ്യൽ മെസ്സേജായിട്ട് പറയാനുള്ളത്, നിങ്ങളിൽ കുറച്ച് പേർക്ക് വളരെയധികം റിജിഡായിട്ടുള്ള ഒരു ലവ് മെൻറ്റാലിറ്റിയാണ്. അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ആ ചെക്ക് ലിസ്റ്റിലുള്ള എല്ലാ ആൾക്കാരും എല്ലാ കാര്യങ്ങളും അതിൽ വേണം. ഒന്നും ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ കോംപ്രമൈസ് ചെയ്യാൻ റെഡിയല്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ യു ഹാവ് ടു മേക്ക് സം ചേഞ്ചസ് ഇൻ യുവർ ചെക്ക് ലിസ്റ്റ് ഹിയർ. സോ നിങ്ങളിങ്ങനെ ഒരു റിജിഡായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തിങ് നമ്മൾ വിചാരിക്കും നമുക്ക് എല്ലാം അറിയാമെന്ന്. അതായത് എനിക്കറിയാം എനിക്ക് എന്ത് പാർട്ട്ണറിനെ വേണ്ടതെന്ന്. ബട്ട് ദ യൂണിവേഴ്സ് നോസ് മോർ അബൌട്ട് യു. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും അതുപോലെ തന്നെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ യൂണിവേഴ്സ് ഈസ് സെയിങ് ദാറ്റ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ചെക്ക് ലിസ്റ്റ് വെച്ച് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ, ഇത് ഞാൻ വിചാരിച്ചതെല്ലാം അതുപോലെ നടക്കണമെന്ന് വിചാരിക്കുമ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് കാരണം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കുറച്ച് ഡിലേ ആവുകയാണ്. സോ യൂണിവേഴ്സ് ഈസ് സെയിങ് ദാറ്റ് നിങ്ങൾ കറക്റ്റ് പാത്തിലാണ്, ബട്ട് ചെക്ക് ലിസ്റ്റ് കുറച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് ഉണ്ടാക്കുക. ആൻഡ് സെക്കൻഡ് ഈസ്, നിങ്ങൾ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാർട്ട്ണറിനെ ഇൻ ബിറ്റ്വീൻ ദ ജേർണി യു വിൽ മീറ്റ്. നൗ വി ഗോ ഫോർ സെക്കൻഡ് ഒരു കാറ്റഗറിയും കൂടെ ഏരീസ് ഇത് കാണുന്നുണ്ട്. ഇവരോട് യൂണിവേഴ്സിനും പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിൽ ഇപ്പോഴും മാനിഫെസ്റ്റേഷനൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും കുറച്ച് ഒരു എക്സിൻ്റെ മെസ്സേജസ് നോക്കുക, അല്ലെങ്കിൽ എക്സിൻ്റെ പാസ്റ്റ് പിക്ചറെല്ലാം നോക്കിയിട്ട് അന്ന് സംഭവിച്ച മെമ്മറീസിനെ കുറിച്ചെല്ലാം ആലോചിക്കുക. നിങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണെങ്കിൽ യു ഹാവ് ടു ഫുള്ളി റിലീസ് യുവർ എക്സ്. ഇപ്പോഴും നിങ്ങൾ രാത്രി യു ആർ വണ്ടറിങ്, യു ലുക്ക് അറ്റ് ദ മെസ്സേജ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ അതായിരിക്കും എൻ്റെ സോൾമേറ്റ്, മേ ബി തിരിച്ചു വരുമായിരിക്കും സോൾമേറ്റ്. നോ, ഹി ഈസ് നോട്ട് യുവർ സോൾമേറ്റ്. ഓക്കെ, ഐ എം സോറി, ഹി ഈസ് നോട്ട് യുവർ സോൾമേറ്റ്. Release him. You can journal, you can meditate, but you have to release this person for the new person to come to your life and make the effort. ആ ഒരു ലൈഫിൽ നിങ്ങളൊരു എഫേർട്ട് എടുക്കുമ്പോൾ മാത്രമാണ്, റിലീസ് ചെയ്യാനുള്ള ഒരു എഫേർട്ട് എടുക്കുമ്പോൾ മാത്രമാണ് ഒരു ന്യൂ പേഴ്സണിന് നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ്സ് ഓൾ ഫോർ യു ഏരീസ്. താങ്ക് യു ഫോർ വാച്ചിങ്.